അനുമോളിട്ട് എത്രത്തോളം ബുദ്ധിമുട്ടിക്കാൻ കഴിയും അത്രത്തോളം ആര്യനും അതുപോലെ ശരത്തും അക്ബറും ചേർന്ന് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ടൊരു ടോർച്ചറാണ് അനുമോൾക്കെതിരെ വരുന്നത്. അനുമോളാണെങ്കിൽ സഹിച്ചും നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. അനുമോൾ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അനുമോൾ പക്ഷെ ആര്യന്റെ ഒരു ഗെയിം എന്തൊരു മോശം ഗെയിമാണെന്ന് അറിയോ ആര്യൻ കളിക്കുന്നത്. അതുപോലെ തന്നെ ശരത്ത് എന്നൊരു ഒരു ക്രൂര മനസ്സാണ് ശരിക്കും ശരത്തിന്റെ. ശരത്ത് ആ അനുമോളുടെ ജയിലിൽ നിന്ന് പാവെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് അത് പോയെടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊരു മോശമുള്ള കാര്യമാണ് ഈ ശരത്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് തോന്നി എപ്പിസോഡ് കണ്ടപ്പോൾ? എനിക്കും തോന്നി. കാരണം എനിക്ക് നല്ലോണം തോന്നി ശരത്ത് കാണിക്കുന്ന വേലകള്. അതുപോലെ ഈ അക്ബർ ദേഷ്യത്തോടെ പറയുന്നതിനും പുള്ളിക്കാരുടെ പാട്ടിലൂടെ അനുമോളിട്ട് നല്ല രീതിയിൽ കുത്തുന്നുണ്ട്, നല്ല രീതിയിൽ ചൊറിയുന്നുണ്ട്. അതൊക്കെ എന്തൊരു ഇവര് ഗെയിമർ ആണെന്ന് കാണിക്കുന്നുണ്ടല്ലോ. ഇവർക്ക് ഒരു ബോധം വെളിവില്ലേ? ഒരാൾ എത്രത്തോളം ഇതാക്കിയാലും ഇവർക്ക് ഫാൻസ് കൂടുന്നുള്ള ഒരു ബോധം വെളിവ് അക്ബറിനും അക്ബാനിക്കൊന്നും ഇല്ലേ? ഇന്ന് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. കാരണം ഒരാളായിട്ട് എങ്ങനെ മാക്സിമം വേദനിപ്പിക്കാൻ കഴിയും? അങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ ആരുടെ ചോദിക്കേണ്ട ഒരു കേസാണ്. ലാലേട്ടന് വരുന്നില്ല എന്നൊക്കെ അറിഞ്ഞു. ലാലേട്ടൻ ഒരു യാത്രയിലാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അറിയില്ല. ഇത് കണ്ടപ്പോ ഭയങ്കര സങ്കടം തോന്നിയോ. എനിക്ക് എന്താ പറയണ്ടതെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് റിവ്യൂയിലേക്ക് പോകാം. എൻ്റെ പേര് ഷിഹിർ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിനാണ് വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൻ വിളിച്ചാൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ആദ്യം തന്നെ അനുമോളുടെ ബോഡി ലോഷൻ ആര്യൻ എടുത്തു എന്ന് പറഞ്ഞിട്ട് ആര്യനോട് ചൂടാവുന്നൊക്കെ ഉണ്ട്. അത് ആര്യൻ തന്നെ എടുത്തൊരു ലോഷനാണ്. ആര്യൻ നെവിൻ വന്നതിന് ശേഷം പറയുന്നുണ്ട് എന്താണ് ഞാൻ ബോഡി ലോഷൻ എടുത്ത് വലിച്ചെറിഞ്ഞത്. എവിടെ വലിച്ചെറിഞ്ഞോന്ന് വെച്ചാൽ അത് എനിക്ക് അറിയത്തില്ല. എന്തൊരു മോശം കാര്യം. കാരണം ഒരാളുടെ വസ്തു എടുത്ത് വലിച്ചെറിയെന്ന് പറഞ്ഞപ്പോൾ ആ അനുമോളാണെങ്കിൽ ആ വീട് അന്വേഷിക്കാത്ത ഇടവില്ല. അത്രയ്ക്കും അനുമോള് അവിടെ ഇതായിപ്പോയി. കാരണം ഒരാളുടെ വസ്തു പോയിട്ട് അന്വേഷിക്കണം. വീട് മൊത്തം ഇങ്ങനെ അന്വേഷിക്കും. സാധനം എവിടെയെന്ന് അന്വേഷിക്കുക. ഒരാളുടെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കിയേ. അതെടുത്ത് വലിച്ചെറിഞ്ഞ ഒരാളുടെ വസ്തു ഒരാൾ ഉപയോഗിക്കുന്ന അവരുടെ ഡെയിലി നീഡാണ് അതൊക്കെ. വലിച്ചെറിയുന്ന ഒരു മോശം കാര്യമാണ്. ഈ ആര്യനൊക്കെ ശരിക്കും പറഞ്ഞാൽ ആര്യനെ എവിക്റ്റ് ആയി പോകണമെന്ന് ഞാൻ ഇപ്പൊ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. പിന്നെ ആര്യന്റെ സ്ഥിരം നേരത്തെ സ്വഭാവം കാണുമ്പോൾ എന്തൊരു റിലേ പോയിരിക്കും. ഒരു ബോധമില്ലാത്ത രീതിക്കാണ് നമ്മുടെ ആര്യം കളിക്കുന്നത്. എന്തൊരു എന്തൊരു സ്ക്രൂ ഇളകി പോയ പോലെയാണ്. കാരണം അന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിന് ശേഷമാണ് ആര്യന് എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നത്. എന്തോ പിച്ചും പേയും ഇടയ്ക്ക് ഇരുന്ന് പറയുന്നു. ഞാൻ കാണുന്നതാ. എനിക്ക് മാത്രം തോന്നിയതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആര്യന് എന്തൊക്കെയോ ഒരു പ്രശ്നമുള്ള പോലെ, എന്തോ ഒരു സ്ക്രൂ ഇവിടെ നിന്ന് എന്തോ കട്ടായി പോയ പോലെ, സ്ക്രൂ ടൈറ്റ് ആക്കണം എന്നുള്ള. കാരണം അത്രയ്ക്കും ഒരു ഇതായിട്ട് തോന്നി ആര്യന്റെ ഭാഗത്തുനിന്ന്. പിന്നെ ആര്യനെ ഈ കാണിച്ച വേല, മറ്റേ ബോഡി ലോഷൻ വലിച്ചെറിഞ്ഞു, അത് എവിടെ വലിച്ചെറിഞ്ഞു എനിക്ക് സെറ്റിന് പുറത്തേക്കാണോ അതോ പണിപ്പൂരേന്റെ അകത്തേക്കാണോ എന്ന് വെച്ചാൽ അതെനിക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു ഇത് നടക്കുന്നുണ്ട്. പിന്നെ സ്പൈക്കുട്ടൻ വരുന്നുണ്ട്. സ്പൈക്കുട്ടൻ വരുമ്പോഴാണ് നെവിൻ വരുന്നത്. നെവിനെ കണ്ട് എല്ലാവരും കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. അതിന് ഓരോ വലിയ എല്ലാവരോടും എന്താണ് സോറി പറഞ്ഞ് വെച്ചാൽ അങ്ങനെയല്ല, നെവിൻ കെട്ടിപ്പിടിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് ആര്യം പറയുന്നത് ഞാൻ അനുമോളുടെ ബോഡി വാഷും ലോഷനൊക്കെ എടുത്തിട്ട് എറിഞ്ഞു വന്നു. പിന്നെ വീണ്ടും നമ്മുടെ അക്ബറും ശരത്തിന്റെ ഗ്രൂപ്പ് കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അവർ ഒരുമിച്ച് സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ക്യാപ്റ്റൻസിയാണ്. ക്യാപ്റ്റൻസിയിൽ രനയും ബിന്നിയും നെവിനും എല്ലാവരും നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ജയിൽ നോമിനേഷനിൽ അനുമോളും അനീഷും ആണ് പോകുന്നത്. ജയിൽ നോമിനേഷനിൽ അനുമോളും അനീഷും വരുന്നു. അനുമോളും അനീഷും ജയിലിലേക്ക് പോകുന്നുണ്ട്. പിന്നെ അനുമോളുടെ മൈക്ക് മാറ്റുള്ള സംസാരം കഴിഞ്ഞ ആഴ്ച മുതലേ അനുമോൾ അത് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഇത് പണിയാകും. അതുപോലെ തന്നെ ഇന്ന് പണിയാണെന്ന് ബിഗ് ബോസ് തന്നെ വിളിച്ച് പറഞ്ഞു മൈക്ക് നേരൊക്കെ ഇടും, നേരിട്ട് സംസാരിക്കുന്നു പറയുന്നു. അനുമോളുടെ കേസ് അങ്ങനെയാണ്. പിന്നെ ഒനിയിലും അഭിലാഷും ഷാനവാസും കൂടി ഒരു ഗ്രൂപ്പ് ചർച്ചയാണ്. നമ്മുടെ അക്ബറിനെ അപ്പാനിനെ പുറത്താക്കാനുള്ള ഒരു ചർച്ച നടക്കുകയാണ്. നമ്മൾ 8 പേര് മതി ഈ ഇവര് പുറത്താക്കാൻ. ആരൊക്കെയാണ് 8 പേര്? ഷാനവാസ്, അഭിലാഷ്, ഒനിയില്, രേണു, ആദില, നൂറ, അനുമോള്, ശൈത്യ. ഈ 8 പേരും ചേർന്നാൽ മതി നമുക്ക് ഇവരെ പുറത്താക്കാനെന്ന് പറഞ്ഞിട്ട് ആ ഗ്രൂപ്പ് നോക്കുന്നുണ്ട്. പിന്നെ ബിഗ് ബോസിൽ ഞാൻ ഇന്ന് വരെ കാണാത്തൊരു സാധനം, ചായ സൽക്കാരം. നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പണിപ്പുരയിലായിരിക്കും ഈ സംഭവം എന്ന് വിചാരിച്ചു. പക്ഷെ അല്ല, സെപ്പറേറ്റ് ഒരു തട്ടുകട പോലെ സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് അവർക്ക് ചായ സൽക്കാരം കൊടുത്തു.
ഒരു പഴംപൊരി ഇതൊക്കെ എടുത്തു. എനിക്ക് നന്നായിട്ട് തോന്നി. കാരണം അവർ നല്ല രീതിയിൽ ഒരു ഭക്ഷണം കിട്ടാത്ത പോലെയാണ്. കാരണം അത്രയ്ക്കും അവർക്ക് കിട്ടുന്നില്ലല്ലോ ഭക്ഷണം. അപ്പോൾ അത് പെട്ടെന്ന് അവർക്ക് ഭക്ഷണം കണ്ടപ്പോൾ വാരിങ് എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അത് കണ്ടപ്പോൾ അയ്യോ പാവം അവർക്ക് ഭക്ഷണമൊന്നും കിട്ടാത്തതുകൊണ്ടാട്ടോ എന്നെനിക്ക് തോന്നി. കാരണം അവർക്ക് ഭക്ഷണമൊന്നും കിട്ടുന്നില്ലല്ലോ വീട്ടിലിരുന്നിട്ട്. അപ്പോൾ അവർക്കത് പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു നന്നായി എനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നി. ഒരു ചായ സൽക്കാരം പോലെ കൊടുത്തപ്പോൾ നന്നായിട്ട് തോന്നി. എല്ലാവരും ചായ കുടിച്ചിരിക്കുന്നുണ്ട്. പിന്നെ സ്പോൺസർ ടാസ്ക്കാണ് ഉജാലയുടെ. ഇത്രയാണ് എപ്പിസോഡ്. പിന്നെ ശരത്ത് കാണിച്ച ക്രൂരത എനിക്ക് സഹിക്കാൻ പറ്റത്. ശരത്ത് എന്ത് ചെയ്ത് അനുമോളുടെ ഒരു പാവ എടുത്തിട്ട് വലിച്ചെറിഞ്ഞിട്ട് പോയെടുക്കടി എന്ന് പറഞ്ഞിട്ട് നീ പോയെടുക്ക് എന്ന് പറഞ്ഞിട്ട് ശരത്ത് അങ്ങനെ ചെയ്തു. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. കാരണം എന്താണ്, ഒരാൾ വെറുതെ ഇരിക്കുകയാണ്. അനുമോൾ വെറുതെ ഇരിക്കുമ്പോഴാണ് ഈ ശരത്ത് പോയിട്ട് ഈ കാര്യം ചെയ്യുന്നത്. ഇപ്പോൾ ഒരാളിപ്പോൾ സംസാരിച്ചുകൊണ്ട് ഇപ്പോൾ അവർ വാക്തർക്കോ അങ്ങനെയൊന്നും അല്ല. അനുമോൾ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ഈ സമയത്താണ് ശരത്ത് പോയിട്ട് ഇതെടുത്ത് വലിച്ചെറിഞ്ഞ് അങ്ങ് ഇടുന്നത്. ആലോചിച്ച് നോക്കി, എന്തൊരു ക്രൂര മനസ്സാണ് ഈ ശരത്തിന്. ഇന്ന് സഹിക്കാവുന്നതിനപ്പുറം അനുമോൾ സഹിച്ചിട്ടുണ്ട് സത്യം. ലാലേട്ടൻ വരുമ്പോൾ ഇത് ചോദിക്കണം. പിന്നെ ലാലേട്ടൻ വരുന്നില്ല, വിദേശത്തെ ഒരു യാത്രയാണ്. പക്ഷെ ഓൺലൈൻ പോലെയാണ്. കഴിഞ്ഞ വർഷമാണോ അതിന് മുന്നത്തെ വർഷമാണോ എന്ന് എനിക്ക് അറിയാം. ഒരു ഓൺലൈൻ രീതിയിൽ ഇവരോട് സംസാരിച്ചിട്ടുണ്ട് വീഡിയോ കോളിലൂടെ. അപ്പോൾ അങ്ങനെ തന്നെയായിരിക്കും മിക്കവാറും. നമുക്ക് നോക്കാം. പിന്നെന്താ, ഇത്രയേ ഉള്ളൂ. പിന്നെ പ്ലസിന് നടന്നത് ജിസേലിൻ്റെ മറ്റേ മാസി മരിച്ചതിൻ്റെ ഇതൊക്കെ വാർത്ത പറയുന്നുണ്ട്. ജിസേല് പൊട്ടിക്കറിയുന്നുണ്ട്. ആര് സമാധാനിപ്പിക്കാനായിട്ട് കൺഫെഷൻ റൂമിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ജയിൽ നോമിനേഷൻ, ഇതാണ് മെയിനായിട്ട് നടന്നത്. വലിയ രീതിക്കൊന്നും മെയിനായിട്ട് തരുമ്പോൾ ലാലിൻ്റെ പറയുന്നത് നാളത്തെ പ്രൊമോക്ക് വരുന്നത് ലാലിൻ്റെ നാളെ ആയിരിക്കും ചിലപ്പോൾ ലാലിൻ്റെ എപ്പിസോഡ് വരുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് അറിയത്തില്ല. പിന്നെ വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇപ്പോൾ പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് ഈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതലുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. പുതിയൊരു വീഡിയോ വരുന്നിരിക്കും. ബൈ.